Hello, welcome to another lecture series of structural analysis. Today we are going to start the topic on arch structures or the arches. So arches are like the cable structures, very similar to the cable structures, and also it's a very easy topic also. Okay, so let's begin our class. Okay, arch എന്ന് പറയുമ്പോൾ ആദ്യമേ മനസ്സിൽ വരിക കേർവ്ഡ് ആയിട്ടുള്ള ഒരു 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 സംതിങ് ആയിരിക്കും, കേർവ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ആൻഡ് ആർച്ച് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും ഓർമ്മ വരിക കേർവ്ഡ് ആയിട്ടുള്ള ഒരു വാതിൽ പോലെ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ്, എങ്ങോട്ടെങ്കിലും ഒരു എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ആൻ ആർക്കിടെക്ചറൽ ഡെഫിനിഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പരമായിട്ടുള്ള ഡെഫിനിഷൻ ഓഫ് ആർച്ച് മാത്രമാണ്. ആർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എസ്തെറ്റിക്സ്, അതിന്റെ അപ്പുറം ഒത്തിരി സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസും കൂടെയുള്ള ഒരു സിസ്റ്റമാണ്. ആർച്ചിനകത്ത് ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഒത്തിരി ലോഡ് സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റ് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എലമെന്റ് ആണ് ആർച്ച് എന്ന് പറയുന്ന ഷേപ്പ്. ഓക്കെ, സോ ഇതുപോലെ ഒരു റെഗുലർ ഓപ്പണിംഗ് മാത്രമല്ലാതെ there are so many structural applications of arches as well. So for example, ഒരു ലാർജ് സ്പാൻ ഓഫ് ബ്രിഡ്ജ് പണിയണമെങ്കിൽ വിത്തൗട്ട് ആൻ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് we can adopt the help of a arch bridges like shown here. Okay, so the entire load of the bridge is being transmitted to this arch shape, which is then transmitted to the foundations, which you can see here. അപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം there are no intermediate supports. ഈ ബ്രിഡ്ജിന്റെ അകത്തെ വെയിറ്റ് മൊത്തം ഈ ആർച്ച് ഷേപ്പിലോട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ് കണ്ട പോലെ there is a bridge span here. ആ സ്പാനിൽ നിന്നുള്ള വെയിറ്റ് ഈ സസ്പെൻഡർ കമ്പോണൻസ് വഴി ഈ ആർച്ചസിലോട്ട് പോകും. ആ ആർച്ചസ് എന്നിട്ട് വെയിറ്റ് പതുക്കെ ഈ താഴത്തെ സപ്പോർട്ടിലോട്ട്, അതായത് ഗ്രൗണ്ടിലോട്ട് കൊടുക്കും, ഈ കാണുന്ന കമ്പോണന്റിലോട്ട് കൊടുക്കും. ഓക്കെ, that is how arches work. അത് മാത്രമല്ല, there are you might have also heard of arch dams. This is the figure of the arch dam in Idiki. Okay, so arch dams are also a very famous structural phenomenon. നാരോ ആയിട്ടുള്ള വാലീസിൽ ഡാം അല്ലെങ്കിൽ വാട്ടർ റിസർവോയർ പണിയേണ്ടി വരുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ആർച്ച് ഡാംസ് എന്ന് പറയുന്നത്. ദേ ഹാവ്, ബിക്കോസ് ഓഫ് ദിയർ സ്ട്രക്ചറൽ കേപ്പബിലിറ്റി, they can support the load of this water and can transfer it to the abutments, അല്ലെങ്കിൽ ഏറ്റവും അറ്റത്തെ രണ്ട് സപ്പോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, so or it can also be used for general regular constructions as shown here. This is a peculiar house which is constructed using the help of arch analysis. Then there is this auditorium or this open space that can also carry so many loads and that can provide so many that can provide as a housing for so many housing alla or shelter. Okay, now let's before നമ്മൾ സ്ട്രക്ചറിലോട്ട് പോകുന്നതിന് മുമ്പ് ആർച്ചിന്റെ കുറച്ച് കോമ്പോണൻസ് ഉണ്ട്. വി ഹാവ് ടു നോ ദാറ്റ് ഓൾസോ. ഓക്കെ, സോ ആർച്ച് ഈസ് എ കർവ്ഡ് മെമ്പർ ദാറ്റ് ഈസ് യൂസ് ടു സ്പാൻ ആൻഡ് ഓപ്പണിംഗ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ഇറ്റ് ക്യാൻ എക്സ്ക്ലൂസീവ്ലി ബി യൂസ് ടു സപ്പോർട്ട് ദ ലോഡ്സ് ഫ്രം എബവ്. ഒരു ലോഡ് ബെയറിംഗ് കമ്പോണന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആർച്ച് എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്ന കോഴ്സിലും നമുക്ക് ഈ ഒരു ആർച്ചിന്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് എപ്പോഴും വാലിഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ആർച്ച് എന്ന് പറയുന്നത് ദേ ആർ മേജർലി കൺസ്ട്രക്റ്റഡ് യൂസിങ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ്. വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫിഗർ ഉണ്ടല്ലോ, ദിസ് ഈസ് എ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ടിപ്പിക്കൽ ഫിഗർ ഓഫ് ആൻ ആർച്ച്. ആർച്ചിന്റെ അത് ഈ കാണുന്ന മാത്രമല്ല, കുറെ കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിന്റെ ഡീറ്റെയിൽസും ആർച്ചിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ, ദിസ് ഓൾ തിങ്സ് യു വിൽ ലേൺ ഇൻ യുവർ കൺസ്ട്രക്ഷൻ ടെക്നോളജി കോഴ്സ്. സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡെപ്ത് ഓൺ ദാറ്റ്. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, സോ വെഡ്ജ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആർച്ച് കുറെ കമ്പോണൻസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ചേർത്താണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ ദിസ് വെഡ്ജ് ഷേപ്പ് മീൻസ് ഈ ഒരു ഇന്നർ പോർഷനിൽ കാളും വിഡ്ത്ത് ഈ ഔട്ടർ പോർഷനിലുള്ള ടൈപ്പ് ഓഫ് യൂണിറ്റിനാണ് വെഡ്ജ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം, ഓരോ യൂണിറ്റിലും ഈ ഇന്നർ ആയിട്ടുള്ള സർക്കിളിലെ component width will be less than that of the component width at this outer circle. Okay, so അതിനെയാണ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് അടുക്കി വെച്ചിരുന്ന് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ആർച്ചിന്റെ രണ്ടറ്റത്തും ഓരോ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ,
and and the central component of the arch is called the keystone. അതായത് ഓരോ എലമെന്റ്സ് ഇങ്ങനെ കൂടി രണ്ട് സൈഡിൽ നിന്ന് രണ്ട് സപ്പോർട്ടിൽ നിന്ന് കൂടി വന്ന് നടുക്ക് ജോയിൻ ചെയ്യുന്ന ആ മേജർ കമ്പോണന്റിനാണ് കീസ്റ്റോൺ എന്ന് പറയുന്നത്. ആൻഡ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദ arch is called the crown. Okay, crown is an important term for us. Crown is this central point of a arch. Okay, പിന്നെ ഈ രണ്ട് സപ്പോർട്ട് ഉണ്ടല്ലോ, ഈ രണ്ട് സപ്പോർട്ടിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് സ്പാൻ ഓഫ് ദ ബീം എന്ന് വിളിക്കുന്നത്. നമ്മൾ അതിനെ കോമൺലി എൽ എന്ന് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സ്പാൻ ഓഫ് ദ ബീം. അതായത് രണ്ട് സപ്പോർട്ടിന് ഇടയ്ക്കുള്ള ആർച്ചിന്റെ ഹൊറിസോണ്ടൽ ലെങ്തിനാണ് സ്പാൻ എന്ന് പറയുന്നത്. പിന്നെ ക്രൗണിൽ നിന്നും ഈ സ്പാനിലോട്ട് ജോയിൻ ചെയ്യുന്ന പോയിന്റിലോട്ടുള്ള ഹൈറ്റിനെയാണ് റൈസ് ഓഫ് ദ ആർച്ച് അഥവാ എച്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ദീസ് ആർ ടു ഇമ്പോർട്ടൻറ്റ് ജിയോമെട്രിക്കൽ ടേംസ് വിത്ത് റിഗാർഡ്സ് ടു ആർച്ച്. വൺ ഈസ് ദ സ്പാൻ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ആർച്ച്, which is the horizontal distance between the both supports. Then the rise of the arch. Rise of the arch means the distance from the crown to the line joining the supports. ഈ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് height, rise of the arch, h എന്ന് പറയും. Okay, the rest of the terms we don't need to worry about it now, but this is something that you will learn in your construction technology course. Okay, so let's move forward. Geometry paramaita, there are so many different types of arch based upon their shapes, like semicircular arch ഉണ്ട്, flat arch ഉണ്ട്, horseshoe arch ഉണ്ട്, അങ്ങനെ so many types of arch, as you can see. But അതൊന്നും നമുക്കിപ്പോൾ അധികം ഡീപ്പായിട്ട് നോക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലെറ്റ്സ് ലുക്ക് അറ്റ് ആർച്ച് ആസ് എ സ്ട്രക്ചറൽ കമ്പോണന്റ്. ഓക്കെ, ഒരു സ്ട്രക്ചറൽ പരമായിട്ട് അല്ലെങ്കിൽ ഫോഴ്സിന്റെയും മെക്കാനിക്സിന്റെയും ടേംസിൽ നമുക്ക് എങ്ങനെ ആർച്ചിനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. സോ ആർച്ചിനെ പറ്റി പറയുമ്പോൾ വി ഹാവ് ടു ഡ്രോ പാരലൽസ് വിത്ത് ദ കേബിൾ സ്ട്രക്ചേഴ്സ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഏർലിയർ. ഓക്കെ, കേബിളും ആർച്ചും വളരെയധികം സിമിലർ ആണ്. ആൻഡ് കേബിള് പോലെ തന്നെ ആർച്ചും ഇറ്റ് ഈസ് എ കമ്പോണന്റ് used to reduce the bending moment in long span structures. ലോഡ് പരമായി പറയുമ്പോൾ നമുക്കറിയാം, ഒരു ബീം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഒക്കെ ഉണ്ടാവും അറിയാം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും എപ്പോഴും നമ്മൾ ഒരു ബീം അല്ലെങ്കിൽ ഏറ്റവും കുറയ്ക്കാനായിരിക്കും നോക്കുക. അപ്പം ആർച്ച് ഈസ് സച്ച് എ സ്ട്രക്ചർ. ആർച്ചസ് ആർ ക്യാൻ ബി യൂട്ടിലൈസ് ടു റെഡ്യൂസ് ദ ബെൻഡിങ് മൊമെന്റ് ഓഫ് എ സ്ട്രക്ചർ. ഷേപ്പ് പരമായിട്ട് പറയുമ്പോഴാണെങ്കിലും അറിയാം, നമ്മുടെ കേബിൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആർച്ച് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. സോ ആർച്ച് ക്യാൻ ബി സെഡ് ടു ബി ആൻ ഇൻവേഴ്സ് ഓഫ് എ കേബിൾ. നമുക്കറിയാം, കേബിളിന്റെ അകത്ത് ദ ലോഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്ത ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ടെൻഷൻ ഫോഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ കേബിളിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു അസംഷൻ ഉണ്ടായിരുന്നു, കേബിൾസ് ആർ ഫ്ലെക്സിബിൾ, അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നോ കംപ്രഷൻ, നോ ഷിയർ ഫോഴ്സ്, നോ ബെൻഡിങ് മൊമെന്റ്. while an arch is a inverse of a cable. So inverse എന്ന് പറയുമ്പോൾ അത് സ്ട്രക്ചറൽ പരമായിട്ടും ഷേപ്പ് പരമായി മാത്രമല്ല. ഓക്കെ, കേബിൾ ഇങ്ങനെയാണെങ്കിൽ ആർച്ച് ഇങ്ങനെയാണ്. സോ ഷേപ്പ് പരമായും ഇറ്റ്സ് ആൻ ഇൻവേഴ്സ് ഓഫ് എ കേബിൾ, വൈൽ ആസ് സ്ട്രക്ചർ പരമായിട്ടും ഇറ്റ് ഈസ് ആൻ ഇൻവേഴ്സ്. കാരണം ആ ടെൻഷൻ, കേബിളിന്റെ അകത്ത് മേജർ സാധനം ടെൻഷൻ ആയിരുന്നെങ്കിൽ ആർച്ചിന്റെ അകത്തെ മേജർ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്രഷൻ ഫോഴ്സ് ആണ്. ഓക്കെ, പക്ഷേ ആർച്ചിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആർച്ച് കേബിൾ പോലെ അത്ര ഫ്ലെക്സിബിൾ അല്ല, ഇറ്റ് ഈസ് എ റിജിഡ് തിങ്. നമുക്ക് ഇമാജിൻ ചെയ്താൽ അറിയാം, ആർച്ച് എന്ന് പറയുന്ന സാധാരണ നമുക്കൊരു നോർമൽ വള്ളിയായിട്ട് വേണമെങ്കിലും പറയാം, പക്ഷെ ആർച്ച് അങ്ങനെയല്ല. ഇതിന് ഇങ്ങനെ നിൽക്കേണ്ടത് കൊണ്ട് തന്നെ അതിന് അത്യാവശ്യം റിജിഡിറ്റി അല്ലെങ്കിൽ ബലമുള്ള കമ്പോണന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആർച്ചിന്റെ അകത്ത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും അല്ലെങ്കിൽ ഷിയറും ബെൻഡിങ് എന്ന് പറയുന്ന കമ്പോണൻസ് കുറച്ചുണ്ടാവും. ഓക്കെ, സോ ലെറ്റ്സ് അതിലോട്ട് നമുക്ക് പിന്നെ വരാം. we'll learn how this shear and bending comes in an arch. We'll learn that later. But as an idealization, we represent arch or as a curved line, as a curve, as a parabola അല്ലെങ്കിൽ ഒരു curve ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ എപ്പോഴും ആർച്ചിനെ റെപ്രസെന്റ് ചെയ്യുക, ലൈക്ക് ഹിയർ. ഓക്കെ, ദിസ് ഈസ് ആൻ ആർച്ച്, ലൈക്ക് യു ക്യാൻ സി. ഇവിടെ രണ്ട് സപ്പോർട്ടിന്റെ ഇടയ്ക്ക് ടു സപ്പോർട്ട്സ്. ഈ ഒരു ലെങ്ത് ആണ് നമ്മുടെ സ്പാൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലെങ്ത് ഈസ് ദ ഹൈറ്റ് അല്ലെങ്കിൽ റൈസ്, എച്ച് എന്ന് പറയും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ലോഡിങ്. അതിലോട്ടൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, സോ വി നീഡ് ടു ക്ലാസിഫൈ ആർച്ചസ്
on the basis of some structure properties. നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജിയോമെട്രിയേക്കാൾ ഉപരി അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചറൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന പരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ചസ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് ഇസ് ദ ഫിക്സ്ഡ് ആർച്ച്. ഫിക്സ്ഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം, ഒരു കർവ്ഡ് ഷേപ്പ് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട്സ് രണ്ടും ഫിക്സഡ് ആകുന്ന അല്ലെങ്കിൽ ഫിക്സഡ് സപ്പോർട്ട് വരുന്ന കേസ് ഓഫ് ആൻ ആർച്ച് ഇസ് ദ, അങ്ങനത്തെ ആർച്ചിനെയാണ് ഫിക്സഡ് ആർച്ച് എന്ന് പറയാം. ഓക്കെ, ആസ് യു ക്യാൻ സി നമ്മൾ ഇൻഡിറ്റർമിനസിയുടെ ഒരു ഫോർമുല ഉപയോഗിച്ച് നോക്കുവാണെങ്കിൽ രണ്ട് ഫിക്സഡ് സപ്പോർട്ടിലായിട്ട് there are total 6 unknown forces and the number of equilibrium equations is 3. So indeterminacy of a fixed arch is 3. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രക്ചറാണ് ഫിക്സ്ഡ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫിക്സ്ഡ് ആർച്ചസ് ആർ ഓഫൺ മെയ്ഡ് ഫ്രം റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആർച്ചസിന് നോർമൽ ആർച്ചസിനേക്കാളും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആർച്ചസിനേക്കാളും മെറ്റീരിയൽ കുറവ് മതി ഉണ്ടാക്കാൻ, അതുകൊണ്ട് തന്നെ എക്കണോമിക്കൽ ആയിരിക്കും. പക്ഷേ ഫിക്സ്ഡ് ആർച്ചസിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ സപ്പോർട്ട്സ് ഉണ്ടല്ലോ, ഈ രണ്ട് സപ്പോർട്ട്സിനും ഡിസ്പ്ലേസ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട്സ് സെറ്റിൽ ആകുക എന്നാണ് പറയുന്നത്. സപ്പോർട്ട്സ് സെറ്റിൽ ആകുക, അതായത് ഒരു പൊനിയും ഒറ്റയടിക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. സോ അഡീഷണൽ സ്ട്രെസ്സസ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഹെൻസ് സ്ട്രക്ചറലി അത്ര കോൺസിസ്റ്റന്റ് ആയിരിക്കില്ല ഫിക്സ്ഡ് ആർച്ചസ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആർച്ച് ഇസ് ദ ടു ഹിഞ്ച്ഡ് ആർച്ച്. ഓക്കെ, ഫിഗർ കണ്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ദിസ് ഈസ് നത്തിങ് ബട്ട് എ ഹിഞ്ച്ഡ് സപ്പോർട്ട്. സാധാരണ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണ് കാണുന്നത്. ഓക്കെ, അത് തന്നെയാണ് അപ്പുറത്തെ സപ്പോർട്ട്, അത് തന്നെ ഇറ്റ്സ് എ ഹിഞ്ച്ഡ് സപ്പോർട്ട് ആൻഡ് ഹിഞ്ച്ഡ് സപ്പോർട്ട്. സോ ടോട്ടൽ അൺനോൺസ് എന്ന് പറയുന്നത് 2, ഇവിടുത്തെ 2 ഉണ്ടാവും, ഇവിടെ 2 ഉണ്ടാവും. 2 + 2 4 അൺനോൺസ് ഉണ്ടാവും ആൻഡ് ദി ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ 3. ഹെൻസ് ദ ഇൻഡിറ്റർമിനസി വിൽ ബി ഓൺലി 1. അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ തന്നെയായിരിക്കും, പക്ഷേ ദ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി വിൽ ബി ഓൺലി 1. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് arches are majorly made from metal or timber. Okay, ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും ഒരു ഫിക്സഡ് ആർച്ച് പോലത്തെ അത്രയും റിജിഡിറ്റി അതിനുണ്ടാവില്ല. പക്ഷേ അഗെയിൻ അതിന് നമ്മൾ നേരത്തെ ഫിക്സ്ഡ് ആർച്ച് എന്ന് പറഞ്ഞ നെഗറ്റീവായ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. സോ ആ ഒരു കാര്യത്തിൽ ഇത് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ദ 3 hinged arch. 3 hinged arch എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. 3 hinge എന്ന് പറയുമ്പോൾ 3 ഹിഞ്ച് സപ്പോർട്ട്, അതായത് ഇവിടെ ഒരു ഹിഞ്ച് ഉണ്ട്, യു ക്യാൻ സീ ദാറ്റ്, നേരത്തെ കാണിച്ച പോലെ ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ക്രൗണിന്റെ അവിടെ, അതായത് ആർച്ചിന്റെ സെൻട്രൽ പോയിന്റിന്റെ അവിടെയും ഒരു ഹിഞ്ച് കൊടുക്കുക. ഹിഞ്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഒരു ഡോറിന്റെ അറ്റം പോലെ ആർത്താൻ മതി. ഓക്കെ, ഹിഞ്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഹിഞ്ചിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഹിഞ്ച് സപ്പോർട്ട്സിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അവിടെ മൊമെന്റ് ഉണ്ടാവില്ല, ഓൺലി 2 റിയാക്ഷൻ ഫോഴ്സസ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. അത് തന്നെയാണ് ഇവിടെ ഒരു ഹിഞ്ച് വന്നാൽ അതിന്റെ അർത്ഥം മൊമെന്റ് 0 ആണ്. അത് ഇവിടെ എന്നല്ല, ഏതൊരു പോയിന്റിൽ നമുക്ക് ഹിഞ്ച് വെക്കാം. ഏത് പോയിന്റിൽ ഹിഞ്ച് വെച്ചാലും ഹിഞ്ച് ഒരു സ്ട്രക്ചറിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പോയിന്റിൽ മൊമെന്റ് 0 ആയിരിക്കും എന്നാണ്. അപ്പോൾ 3 hinged arch എന്ന് പറഞ്ഞാൽ മേജറായിട്ടും, അല്ലെങ്കിൽ 3 hinged arch എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 സപ്പോർട്ടിലും ഹിഞ്ചഡ് സപ്പോർട്ടും ക്രൗണിന്റെ അവിടെ ഒരു ഹിഞ്ച് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ആർച്ചസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആർച്ചസിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ സ്ട്രക്ചറലി ഡിറ്റർമിനേറ്റ്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ അൺനോൺ റിയാക്ഷൻ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും ആണ്. ഓക്കെ, ടോട്ടൽ സപ്പോർട്ട്സിലായിട്ട് 4 അൺനോൺ റിയാക്ഷൻസ് ഉണ്ട്. 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമുക്കുണ്ട്. ഓക്കെ, സിഗ്മ Fx = 0, സിഗ്മ Fy = 0, സിഗ്മ M = 0. അതുപോലെ തന്നെ വി ഹാവ് അനദർ റിയാക്ഷൻ ഹിയർ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ കൂടെ നമുക്കുണ്ട്. ഹിഞ്ചിന്റെ അകത്ത് മൊമെന്റ് 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ആൻ അഡീഷണൽ ഇക്വേഷൻ വി ഹാവ്. സോ we have these 4 unknown support reactions, we have 3 equilibrium equations, and we have this property of 0 momentum hinge. അപ്പോൾ 4 equations വെച്ചാൽ we can easily solve the 4 unknown reactions, and hence our structure is a statically determinate structure. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും അനലൈസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നതും
3-hinged arches ആണ്, because they are very very easy to analyze, and such structures are commonly used because they are not affected by any settlement or this temperature change. പക്ഷേ obviously fixed arch പോലെ അത്രയും strong അല്ല. ഇതാണ് അതിന്റെ disadvantage. Okay. Anyway, and the final type of fourth type of structure classification of arch is the tied arch. Tied arch എന്ന് പറയുന്നത്, okay, imagine a situation where ഇങ്ങനെ ഒരു കർവ് ഉണ്ടാവും, പക്ഷെ കർവ് ഇങ്ങനെ നീണ്ടു പോവുകയാണെന്നുള്ളൊരു സിറ്റുവേഷൻ ആലോചിച്ചു. അങ്ങനെ ഒരു കേസിൽ ഈ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടാവും. ആക്ച്വലി ദിസ് ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഈസ് വൺ ഓഫ് ദ മേജർ പ്രോപ്പർട്ടീസ് ഓഫ് an arch. അപ്പം ഈ സ്പാൻ കൂടി പോകുന്ന കേസിൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഇൻക്രീസ് ആവും. ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഇൻക്രീസ് ആയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ആർച്ചിന്റെ സ്റ്റെബിലിറ്റി കുറയുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് ഈ ടൈ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സപ്പോർട്ട്സിനെയും ടൈ വെച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കമ്പി വെച്ച് കണക്ട് ചെയ്താൽ that can give additional rigidity to the structure, and the structure will behave as a rigid unit. Okay, so such type of structures are called such type of arches are called the tied arch, and they are unaffected by the support settlement അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് അതിനുണ്ടാവില്ല. Okay, so these are the major classification of arches. അതിൽ തന്നെ 3-hinged arch എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ബിക്കോസ് ദേ ആർ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ദേ ആർ വെരി ഈസി ടു അനലൈസ്. ഓക്കെ, അപ്പോൾ 3-hinged ആർച്ചസിനെ തന്നെ നമ്മൾ കാണുന്ന രണ്ട് കേസ് ഉണ്ട്. ഒന്ന് സർക്കുലാർ ആർച്ച്. സർക്കുലാർ എന്ന് പറയുമ്പോൾ സർക്കുലാർ ഷേപ്പിൽ വരുന്ന ആർച്ച്. ഓക്കെ, ദിസ് ഈസ് എ 3-hinged circular arch. Yes. Now, second type is the parabolic arch. Okay, shape parabola ആയിട്ട് വന്നാൽ ഉള്ള ആർച്ചിനാണ് പാരാബോളിക് ആർച്ച് എന്ന് പറയുന്നത്. Okay, so we'll see these two. We'll see them detailed in another lecture. So now we have to understand some properties of the arch. Arch എന്ന് പറയുന്ന type of structure ഉണ്ട് കുറച്ച് internal properties we have to analyze. So അതിനു വേണ്ടി we need to draw parallels with cable and arches. Okay. ഒരു നമ്മൾ പഠിച്ച കേബിളിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഞാൻ വരയ്ക്കാം. നമ്മൾ പണ്ട് പഠിച്ചു, അതായത് ദിസ് ഈസ് എ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് എ കേബിൾ. ഓക്കെ, കേബിളിന്റെ അകത്ത് വി ഹാവ് ഒരു സപ്പോർട്ടില് ഇങ്ങനെ വന്ന് ഒരു എക്സ് പോയിന്റിലെ സെക്ഷൻ എടുത്ത് അവിടുത്തെ ഇന്റർണൽ ഫോഴ്സ് ഞാൻ വരച്ചിരിക്കുകയാണ്. അപ്പോൾ വി ഹാവ് സീൻ ദാറ്റ് സപ്പോർട്ടില് there is obviously a horizontal reaction component H, there is a vertical reaction component VA. അതുപോലെ തന്നെ ഏതെങ്കിലും റാൻഡം പോയിന്റിൽ എടുക്കുവാണെങ്കിൽ ഓക്കെ അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ബിക്കോസ് കേബിൾ സപ്പോർട്ട് ലോഡ്സ് ബൈ ഡെവലപ്പിംഗ് ടെൻഷൻ ഇൻസൈഡ് ദ കേബിൾ. അപ്പോൾ ഏതൊരു റാൻഡം എക്സിൽ എടുത്താലും അവിടെ ഒരു ടെൻഷൻ ഉണ്ടാകും, ഒരു ആൻഡ് വിച്ച് വിൽ ബി ടാൻജൻഷ്യൽ ടു ദ കേബിൾ സെന്റർ ലൈൻ. ഓക്കെ, ആ ടെൻഷനെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്താൽ ഇറ്റ് വിൽ ഹാവ് എ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇറ്റ് വിൽ ഹാവ് എ വെർട്ടിക്കൽ കമ്പോണന്റ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ കമ്പോണന്റ് at any point in an arch will be constant. Cable will be constant. കേബിളിന്റെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ ടെൻഷൻ റിസോൾവ് ചെയ്താൽ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് will always be the same, and this will be equal to the horizontal support reaction. ഈ H എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു കേബിളിന്റെ അകത്ത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ടെൻഷൻ കമ്പോണന്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഈ H നെ. ഓക്കെ, ദിസ് വാസ് കോൺസ്റ്റന്റ്. സിമിലർ കേസ് തന്നെയാണ് ഒരു ആർച്ചിന്റെ അകത്തുള്ളത്. ഇവിടുത്തെ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഡയറക്ഷൻ മാറും എന്നുള്ളത്. ബിക്കോസ് ആർച്ചിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ടെൻഷന് പകരം കംപ്രഷൻ ആണ് ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, സപ്പോസ് ദിസ് അഗെയിൻ നേരത്തെ കണ്ട പോലെ ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ആർച്ച്. സപ്പോർട്ടിൽ ദിസ് ഈസ് എ ഹിഞ്ചഡ് സപ്പോർട്ട്. സപ്പോർട്ടിൽ ഒരു വെർട്ടിക്കൽ അപ്വേർഡ് റിയാക്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇൻവേർഡ്. ഓക്കെ, ശ്രദ്ധിക്കണം, ഇവിടെ ഹൊറിസോണ്ടൽ കേബിളിൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഔട്ട്വേർഡ് ആയിരുന്നപ്പോൾ ആർച്ചിൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഇൻവേർഡ് ആണ്. ഓക്കെ, ഒരു റാൻഡം പോയിന്റിൽ എടുക്കുവാണെങ്കിൽ ഓക്കെ ദിസ് റാൻഡം പോയിന്റിൽ ഇവിടെ ഒരു ഇന്റേണൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ ഞാൻ ടി എന്ന് തന്നെ വിളിക്കാം, ടെൻഷൻ ഓക്കെ ടി എക്സ് എന്ന് തന്നെ വിളിക്കാം. അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് തീറ്റ. അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ there is an H
there is a vertical component. എല്ലാം സെയിം പോലെ തന്നെ, പക്ഷെ the direction has changed. അപ്പോൾ കേബിൾ പോലെ തന്നെ ഇവിടെയും horizontal component of the internal force will remain a constant throughout. എല്ലാ പോയിന്റിലും h എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. വേർ ആൻഡ് vx അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണന്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഓക്കെ, so that is one thing you can compare cable and arch. കേബിളിന്റെ അകത്തും ആർച്ചിന്റെ അകത്തും എല്ലാ കമ്പോണന്റിലും എല്ലാ പോയിന്റിലും ഒരു വെർട്ടിക്കലും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും. ആൻഡ് ദിസ് horizontal component like a cable will be constant in an arch as well and will be equal to the support reaction. ഇതിനെ നമ്മൾ ഇവിടുത്തെ കേസിൽ horizontal thrust എന്നാണ് വിളിക്കുന്നത്. horizontal thrust. ഓക്കെ, horizontal thrust കണ്ടാൽ അങ്ങനെ തോന്നില്ല, it is thrust. ഓക്കെ, anyway, പിന്നെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫാക്ടറും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. അതായത് ഒരു ആർച്ചിന്റെ അകത്ത് ഈ പറഞ്ഞ കംപ്രഷൻ മാത്രമല്ല അതിൻ്റെ അകത്ത്, പക്ഷെ കുറച്ച് ഷിയറും അല്ലെങ്കിൽ കുറച്ച് മൊമെന്റും ഉണ്ടായി വരും. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്ത് വരുമ്പോൾ നമ്മൾ കേബിളിൻ്റെ അകത്ത് നമുക്കാകെ അവിടെ ടി കണ്ടുപിടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ടി ഉണ്ടാവും, എച്ച് അല്ലെങ്കിൽ വി കണ്ടുപിടിച്ചാൽ ടി കിട്ടും, അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടിയാൽ മറ്റേത് കിട്ടും, അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചാൽ. പക്ഷെ ആർച്ചിന്റെ കേസിൽ കംപ്രഷൻ മാത്രമല്ല, കുറച്ച് ഷിയറും കുറച്ച് മൊമെന്റും ഉണ്ടാവും ബിക്കോസ് ഓഫ് ഇറ്റ്സ് റിജിഡിറ്റി. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തു വരുമ്പോൾ ആർച്ചിന്റെ അകത്ത് വരുന്ന ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദി ഇന്റേണൽ ഫോഴ്സ് ഇൻസൈഡ് എ ആർച്ച്. ഓക്കെ, ദിസ് ഇസ് എ ടിപ്പിക്കൽ. അപ്പം ഈ കാണുന്ന സാധനത്തെ ഞാൻ ഒന്നുകൂടെ റിസോൾവ് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ ഈ വിയും എച്ചും മാഞ്ഞിട്ട് 3 വേറെ സാധനങ്ങൾ വരും. അതായത് മൊമെന്റും ഹൊറിസോണ്ടൽ ത്രസ്റ്റും റേഡിയൽ ഷിയർ എന്ന് പറയുന്ന 3 കമ്പോണൻസ് വരും. ഓക്കെ, അതിലോട്ട് നമുക്ക് വരാം. In this slide I was trying to parallel between cable and arches. Okay, now ഈ കേബിൾ, ആർച്ച്, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതിനൊക്കെ കുറെ പരസ്പര ബന്ധങ്ങളുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ കേബിളും ആർച്ചും കണ്ട സ്ഥിതിക്ക് നൗ ഐ വാണ്ട് ടു ഡ്രോ സം പാരലൽസ് ബിറ്റ്വീൻ ആർച്ച് ആൻഡ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, അല്ലെങ്കിൽ ആർച്ച് വേഴ്സസ് എന്ന് പറയാം. ഹൗ ആൻ ആർച്ച് ഈസ് ബെറ്റർ കമ്പയർഡ് ടു സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, സോ അതിനുവേണ്ടി കൺസിഡർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഒരു റാൻഡം കേസ്, എ ബി എന്നുള്ള ഒരു സൈഡിൽ ഹിഞ്ച് സപ്പോർട്ട്, മറ്റേ സൈഡിൽ റോളർ സപ്പോർട്ട് ആയിട്ട് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. എയിൽ നിന്നും എ ഡിസ്റ്റൻസ്, അവിടെ ഡിസ്റ്റൻസ് മാറി പി എന്നുള്ള കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് എ സി ഇസ് എ ആൻഡ് സി ബി ഇസ് ബി. സ്വാഭാവികമായിട്ടും ദർ ഇസ് എ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ ആൻഡ് ബി. ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്, but obviously that will be equal to 0 because of the presence of no horizontal reaction components. Okay, I mean no horizontal load components. Okay, so ഇവിടെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ let me take moments and equilibrium equations. Sigma fy equal to 0 ചെയ്യുമ്പോൾ pf plus vb equal to p, ma equal to 0 ചെയ്യുമ്പോൾ I get something like this, അത് vb into l minus pa equal to 0, and which gives me the value of vertical reaction at a equal to pb into l and vertical reaction at b equal to pa into l. Okay, now ഞാൻ ഒരു പോയിന്റിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ മൊമെന്റ്, സി എന്നുള്ള പോയിന്റിലെ മൊമെന്റ് എടുക്കാന്ന് വെച്ചു, ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാൻ നോക്കണം. ഐ എം ട്രൈങ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. നൗ ബെൻഡിങ് മൊമെന്റിലോട്ട് വരുമ്പോൾ സി എന്ന പോയിന്റിലെ മൊമെന്റ് വരയ്ക്കാൻ നോക്കുമ്പോൾ, ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന പോയിന്റ്സ് വി എയും ഉണ്ട്, എച്ചും ഉണ്ട്. എച്ച് പിന്നെ ആ ലൈനിൽ കൂടെ തന്നെ ആയതുകൊണ്ട് ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. ആ ലൈനിൽ കൂടെ പോകുന്നതുകൊണ്ട് ആ കമ്പോണന്റ് അവിടെ ഉപയോഗമില്ല. അപ്പോൾ ആകെ ആക്ട് ചെയ്യുന്ന വി എ ആണ്. അപ്പോൾ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എ. വി എയുടെ വാല്യൂ എന്ന് പറയുന്നത് പി ബൈ എൽ. അപ്പോൾ എം സി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു വി എ ഇൻറ്റു എ, വി എ ഇൻറ്റു എ, ദാറ്റ് ഈസ് പി ബി ബൈ എൽ ഇൻറ്റു എ എന്ന് വെച്ചാൽ പി എ ബി ബൈ എൽ ആണല്ലോ. യെസ്, അതവിടെ ഇരിക്കട്ടെ. നൗ അതേ സ്പാനും അതേ ലോഡും ഉള്ള ഒരു ആർച്ചിനെ ഞാൻ അങ്ങ് എടുക്കുകയാണ്. ദിസ് ഈസ് ആൻ ആർച്ച്, ഇക്വലന്റ് ആർച്ച്. ഇക്വലന്റ് ആർച്ച്, ഓക്കെ, ആ ടേം ശ്രദ്ധിക്കണം. അതായത് ഒരേ ലെങ്ത്തും ഒരേ ലോഡിങ് കണ്ടീഷനും. അതായത് ഒരു ആർച്ച് പോലത്തെ ഒരു ഷേപ്പ് വരച്ചു, എക്കും ബിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എൽ ലെങ്ത് ആണ്. പിന്നെ എയിൽ നിന്നും എ ഡിസ്റ്റൻസ് മാറി ഒരു പി ആക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം സെയിം തന്നെ, പക്ഷെ ഇവിടെ ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് വരച്ചു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ ഞാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പോവാണ്. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഇവിടെയും വി എ പ്ലസ് വി ബി ഈക്വൽ ടു പി എന്ന് കിട്ടും.
ഓക്കെ. സിമിലർലി MA equal to 0 ചെയ്യുമ്പോൾ VB into L minus PA സെയിം തന്നെ കിട്ടി. കാരണം വെർട്ടിക്കൽ റിയാക്ഷൻ A എന്ന് പറയുന്നത് PB by L കിട്ടി നേരത്തെ പോലെ തന്നെ. വെർട്ടിക്കൽ റിയാക്ഷൻ B എന്ന് പറയുന്നത് PA by L എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് earlier. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബീമിൽ ചെയ്ത പോലെ തന്നെ ഐ ആം ട്രൈങ് ടു ഒബ്റ്റെയിൻ ദ മൊമെന്റ് അറ്റ് സി. സി എന്ന് പറയുന്ന പോയിന്റിനെ മൊമെന്റ് എടുക്കാൻ ഓക്കെ ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാം. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഐ ക്യാൻ സി ടു ഫോഴ്സസ് ആക്ടിങ് VA ആൻഡ് H. ഇതിലൊരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ VA ഇസ് ഒബ്വിയസ്ലി ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് A. VA ആക്ട് ചെയ്യുന്നത് A ഡിസ്റ്റൻസിലാണ്. പക്ഷേ ഇവിടെ H എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കയറി വന്നു. ശ്രദ്ധിച്ചോളൂ. കാരണം ബീമിന്റെ കേസിൽ H ആക്ട് ചെയ്യുന്നത് ആ ബീമിൽ കൂടെ തന്നെ അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ തന്നെയാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഒബ്വിയസ്ലി 0 ആൻഡ് എച്ചിന്റെ കമ്പോണന്റ് അവിടെ ഇല്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ സി എന്ന പോയിന്റിൽ കൂടിയല്ല എച്ച് പോകുന്നത്. സി എന്ന പോയിന്റും എച്ച് ആക്ട് ചെയ്യുന്ന പോയിന്റും തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്ന y എന്നുള്ളൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എച്ചിന്റെ കമ്പോണന്റും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ MC will be equal to VA into A. Okay, in this distance VA into A minus H into Y. H ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് Y. അപ്പോൾ അത് റിസോൾവ് ചെയ്തു വരുമ്പോൾ MC will be equal to PAB by L minus HY എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. അത് കണ്ടിന്യൂ ആണ്. ബീമിന്റെ കണ്ടുപിടിച്ച മൊമെന്റ് PAB by L. MC ആർച്ചിന്റെ കേസിലെ ആ സെയിം പോയിന്റിൽ മൊമെന്റ് എന്ന് പറയുന്നത് PAB by L minus H. അപ്പോൾ യു ക്യാൻ ഒബ്വിയസ്ലി സീ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ ആർച്ച് ദിസ് മൊമെന്റ് ഈസ് റെഡ്യൂസ്ഡ്. ഇവിടെ HY എന്നുള്ള ഒരു കമ്പോണന്റ് വന്ന് ആർച്ചിന്റെ കേസിലെ മൊമെന്റിനെ അങ്ങ് കുറച്ച് വെച്ചു. നേരത്തെ ബീമിന്റെ ആണ് PAB by L എന്നുള്ളൊരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ആർച്ചിലോട്ട് വന്നപ്പോൾ അത് H into Y എന്നുള്ളൊരു ക്വാണ്ടിറ്റിയും കൂടെ വന്ന് അതിന്റെ വാല്യൂ കുറയ്ക്കുകയാണ്. അപ്പോൾ അത് ഈ ആർച്ചിന്റെ അകത്ത് ഏത് പോയിന്റ് എടുത്താലും ശരി ഈ HY എന്നുള്ള ഒരു ഫാക്ടർ അവിടെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് വന്ന് അതിന്റെ എന്താ പറയുക അതിന്റെ മൊമെന്റ് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ദിസ് മൊമെന്റ് റിഡക്ഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. കാരണം കൺസ്ട്രക്ഷനിൽ പരമായി നോക്കുവാണെങ്കിൽ മൊമെന്റ് കുറയ്ക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മൊമെന്റ് കുറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ക്രോസ് സെക്ഷൻ കുറയാന്നാണ്. അതായത് നമുക്കറിയാം ഒരു ബീം ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ ബീം, ഇതതിന്റെ ലെങ്ത് ഇതിന്റെ ബ്രെഡ്ത്തും ഡെപ്തും ആണെങ്കിൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ദിസ് B into D ആണ്. ദിസ് ഈസ് ക്രോസ് സെക്ഷൻ B into D. ഓക്കെ, അപ്പോൾ മൊമെന്റ് കുറയുക എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുക എന്നാണ്. അല്ലെങ്കിൽ ഡെപ്തോ അല്ലെങ്കിൽ ബ്രെഡ്ത്തോ കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്നാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെറിയ സാധനങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ ക്രോസ് സെക്ഷൻ ഷേപ്പിലെ ഒരു കമ്പോണന്റ് പണിയാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം വീണ്ടും ഇറ്റ് മീൻസ് ദാറ്റ് ലെസ് മെറ്റീരിയൽ ഈസ് റിക്വയർഡ് ഫോർ കൺസ്ട്രക്ഷൻ. കുറഞ്ഞ മെറ്റീരിയൽ മാത്രം കൺസ്ട്രക്ഷൻ ആവശ്യമുള്ളൂ. വിച്ച് അഗെയിൻ മേക്സ് ഇറ്റ് എ എക്കണോമിക്കൽ പ്രോപ്പർട്ടി. കുറഞ്ഞ സാധനങ്ങൾ കൺസ്ട്രക്ഷൻ കുറഞ്ഞ സാധനങ്ങൾ മതി എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എക്കണോമി പരമായി അത് ലാഭകരമാണ്. ഓക്കെ, സോ എപ്പോഴും നമ്മൾ മൊമെന്റ് റെഡ്യൂസ് ചെയ്യാനായിരിക്കും നോക്കുക. അപ്പൊ മൊമെന്റ് റിഡക്ഷൻ എന്ന് പറയുന്ന അതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് ദ ഡെപ്ത് ഓർ ബ്രെഡ്ത്ത് ക്യാൻ ബി ഡിക്രീസ്ഡ്. മിക്കവാറും ഡെപ്ത് ആയിരിക്കും കുറയ്ക്കുന്നത്. ഓക്കെ, ഡെപ്ത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ മെറ്റീരിയലിന്റെ കൺസംഷൻ കുറവ് മതി. മെറ്റീരിയലിന്റെ കൺസംഷൻ കുറവ് മതി എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ വിൽ ഓൾസോ ബി ലെസ്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് an arch is more economical compared to a simply supported beam. പക്ഷെ ഇതിനൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരേപോലത്തെ ലോഡിംഗ് കണ്ടീഷനും ഒരേപോലത്തെ ലെങ്ത്തും ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ സെയിം ലെങ്ത്തിന് സെയിം ടൈപ്പ് ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനേക്കാളും ഒരു ആർച്ച് ആയിരിക്കും എപ്പോഴും എക്കണോമിക്കൽ. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഇൻ ദി ആർച്ച്. ആർച്ചിന്റെ അകത്തുള്ള ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ മൂലം മൊമെന്റ് റിഡക്ഷൻ പോസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, ഹെൻസ് we say that as compared to a equivalent beam, an arch is more economical. Okay, now അതിന്റെ തന്നെ ഒരു ഓക്കെ ആർച്ച് വേഴ്സസ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഒരു ഇത് കൂടെ കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റ്. ഇപ്പം ഈ ഒരു ഫിഗർ നോക്കിയാൽ യു ക്യാൻ സി രണ്ട് ഹിഞ്ചഡ് സപ്പോർട്ടാണ്, ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റ് ഉണ്ട്.
ഓക്കെ. പക്ഷെ ഈ ഒരു കേസ് വന്നാൽ ഇതൊരു ഹിഞ്ചിന്റെ ഒരു റോളർ സപ്പോർട്ടാണ്. ഇവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റ് ഇല്ല. ആക്ച്വലി ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മൊമെന്റിന്റെ അകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. സാധാരണ ഒരു ബീമിന്റെ അതേ പ്രോപ്പർട്ടി തന്നെയായിരിക്കും ഈ സാധനം കാണിക്കുക. ഓക്കെ. സോ എഫക്റ്റീവ്ലി ദിസ് ഈസ് നത്തിങ് ബട്ട് എ കേർവ്ഡ് ബീം. ഒരു ബീമിനെ തന്നെ കേർവ് ആക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഒരു സാധനത്തെ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇതിന്റെ അത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റിന്റെ പ്രസൻസ് ഇല്ല. അതായത് ഈ കാണുന്ന എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റിന്റെ പ്രസൻസ് ആണ് ആർച്ചിനെ ആർച്ചാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലോഡ് പരമായിട്ടുള്ള പ്രോപ്പർട്ടി ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കേർവ്ഡ് ഷേപ്പിൽ ഒരു സാധനം വരച്ചു വെച്ചാൽ അത് ആർച്ചാവില്ല. കേർവ്ഡ് ഷേപ്പിൽ ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്താൽ ആർച്ച് ആവില്ല. ബട്ട് ആൻ ആർച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ വേ ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ലാറ്ററൽ ലോഡ്, അല്ലെങ്കിൽ ലാറ്ററൽ ലോഡിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ബേസിസിലാണ് നമ്മൾ ആർച്ചിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഷുഡ് ബി ദാറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ആർച്ച് ഈസ് എസെൻഷ്യലി എ സ്ട്രക്ചറൽ വൺ ആൻഡ് നോട്ട് എ ജിയോമെട്രിക്കൽ വൺ. ജിയോമെട്രി വെച്ച് മാത്രമാകരുത് ഒരിക്കലും ആർച്ചിനെ ഡിഫൈൻ ചെയ്യുന്നത്, പക്ഷേ അതിന്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടി വെച്ചായിരിക്കും. ഓക്കെ. So before we move on to the next lecture, let's look at some of the internal forces in arches. Detail ആയിട്ട് പറയാം. അതിന് മുമ്പേ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഓക്കെ. അതായത് ദിസ് ഈസ് ദ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ. ഒരു പോയിന്റിൽ എടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ഓഫ് ആൻ ആർച്ച്, ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ആർച്ച് ഫിഗർ. സപ്പോർട്ട് റിയാക്ഷൻ എച്ചും വി ഉണ്ട്. ആൻഡ് അറ്റ് ദ സെക്ഷൻ എക്സ് ദിസ് ഈസ് ഇവിടെ ആക്ച്വലി ഒരു കമ്പോണന്റ്, പിന്നെ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ. റിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നു. എനിവേ ദിസ് ഈസ് ആക്ച്വലി റെപ്രസെന്റേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർച്ചിന്റെ അകത്ത് വരുന്ന കംപ്രഷനെ റിസോൾവ് ചെയ്ത് എച്ചും വി എക്സും ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞു ഇൻ അഡീഷൻ ടു ഓൾ ദീസ് ആർച്ചിന്റെ അകത്ത് ഷിയറും മൊമെന്റും ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആർച്ചിന്റെ അകത്ത് ഇന്റേണൽ ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക. ഓക്കെ. സോ എഫക്റ്റീവ്ലി ആർച്ചിന്റെ അകത്തെ ഞാൻ കുറച്ചുകൂടി വെൽ ഡിഫൈൻഡ് ആയിട്ട് വരച്ചിരിക്കുന്ന ഒരു സാധനമാണുള്ളൂ. സോ ആർച്ചിന്റെ അകത്തെ ഇന്റേണൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം there are 3 എണ്ണമാണ്. ഒന്ന്, ആർച്ചിന്റെ ലൈക്ക് ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഉണ്ടെങ്കിൽ ആ ക്രോസ് സെക്ഷനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്ന കമ്പോണന്റ്. ദിസ് ഇസ് ദാറ്റ് കമ്പോണന്റ് NX. പിന്നെ ആ പോയിന്റിലോട്ട് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന റേഡിയൽ ഷിയർ എന്ന് പറയുന്ന കമ്പോണന്റ്. ഓക്കെ. ആൻഡ് ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ്, ബെൻഡിങ് മൊമെന്റ് MX. ഈ 3 എണ്ണമായിരിക്കും ഒരു ടിപ്പിക്കൽ കേസ് ഓഫ് എ ഇന്റേണൽ ഫോഴ്സ് ഇൻ ആർച്ചസ്. ഏതൊരു പോയിന്റ് എടുത്താലും ആർച്ചിനകത്തെ ഇന്റേണൽ ഫോഴ്സസ്. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുലാസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്ന് നമുക്ക് വരാം. സോ for today, for this lecture, this I think will be enough. In the next lecture, we will see how to define the various internal forces in arches using this theorem and all. Okay, thank you.